സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാനുവലിൽ ഇതുപോലുള്ള മാറ്റത്തിരുത്തലുകളും കൈക്രിയകളും നടത്താൻ കൂട്ടുനിന്ന ആളുകളാകുമ്പോൾ ഇതും ഇതിലപ്പുറവും കളവ് പറയാൻ മടിയില്ലാത്തവരാകാനും സാധ്യതയുണ്ട്. രണ്ടും നമ്മൾ കാണണല്ലോ. ഏതായാലും അദ്ദേഹം പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് വരാം. 2021 കാലഘട്ടത്തിൽ 2021 മുതൽ 25 വരെയുള്ള SMFന്റെ പഴയകാല കമ്മിറ്റിയുടെ അന്നത്തെ മാനുവൽ പ്രകാരം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു SMFന്റെ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ. ഇത് നിഷേധിക്കാൻ ഷാഫി ഹാജിക്കോ ഇന്ന് നിലവിൽ SMFനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കോ എവനാണെങ്കിലും ആർക്കാണെങ്കിലും ഈ ഒരു സത്യത്തെ പരസ്യമായി നിഷേധിക്കാൻ തയ്യാറുണ്ടോ? നമ്മൾ അത്തരം ആളുകളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് സത്യസന്ധമായ കാര്യമല്ല, ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് നിങ്ങളുടെയൊക്കെ വാദമെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് തങ്ങളെ മാറ്റി നിർത്തുകയും ആ സ്ഥാനത്തേക്ക് MT അബ്ദുള്ള മുസ്ലിയാരെ ഉസ്താദിനെ കൊണ്ടുവരികയും ചെയ്തത് എന്ത് താല്പര്യത്തിന്റെ പേരിലാണ്? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നിഷേധിക്കാൻ നിലവിൽ SMFന്റെ ആളുകളായി നടക്കുന്ന ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നമ്മൾ അവരെ വീണ്ടും ആർജവത്തോടെ വെല്ലുവിളിക്കുകയാണ്. സാധിക്കില്ല. നിങ്ങൾക്ക് കള്ളത്തരത്തിനും വെട്ടിമാറ്റലുകൾക്കും നേതൃത്വം നൽകുന്ന, അതിനുവേണ്ടി ഇതിന്റെ തെരഞ്ഞെടുപ്പ് മാനുവലിൽ നിങ്ങൾക്കനുസരിച്ചുള്ള മാറ്റിത്തിരുത്തലുകൾ നടത്തിയ നിങ്ങൾ ഇങ്ങനെ ഒരു ചർച്ചക്ക് തയ്യാറാവുകയില്ല എന്നും ഒരു വേള ഇത്തരം ചർച്ചകളെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒന്നത്. ഇനി ഇതിന്റെ ഈ മാനുവലിൽ മാറ്റിത്തിരുത്തിയ വേറെയും ചില കാര്യങ്ങളുണ്ട്. ജിഫി തങ്ങൾ പാപ്പാനെ മാറ്റിയെന്ന് മാത്രമല്ല, മെമ്പറായിട്ട് പോലും പരിഗണിക്കാതെയാണ് പുതിയ മാനുവൽ അവർ തയ്യാറാക്കിയിട്ടുള്ളത്. വലിയ ക്രൂരതയല്ലേ അവർ ചെയ്തത്, അക്രമമല്ലേ അവർ ചെയ്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമാണ് SMF. ഈ SMFനെ ആ രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യം നടത്താൻ വേണ്ടി സമസ്തയുടെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യാൻ നടക്കുന്നത് എന്തിനാണ്? ഇവിടെ വേറെയും മതസംഘടനകളുണ്ടല്ലോ, വേറെയും ഒരുപാട് മതസംഘടനകളുണ്ട്. ഇവരൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന വഹാബി സംഘടനകളുണ്ട്. അവരുടെ ഏതെങ്കിലും ഘടകങ്ങളെയോ സ്ഥാപനങ്ങളെയോ അവരുടെ സംവിധാനങ്ങളെയോ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി, രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ടോ? എന്തിനാണ് ഈ സമസ്തയുടെ സംവിധാനങ്ങളിൽ നിങ്ങൾ അള്ളിപ്പിടിച്ചുകൂടി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്? ഇത് ചോദിക്കുന്നതാണോ വലിയ തെറ്റ്? ഇതുപോലുള്ള അതിക്രമങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നതാണോ വലിയ തെറ്റ്? എന്നിട്ട് അത് നിഷേധിച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് മീഡിയകൾക്ക് മുന്നിൽ വരികയെ ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? ഇനി മാത്രമല്ല, വ്യക്തമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പഴയ മാനുവലിൽ 2021 മാനുവലിൽ മെമ്പർഷിപ്പ് നൽകേണ്ട ആളുകൾ ആരാണ് എന്നതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതില് Fഉം Gയും ഇത് രണ്ടും പ്രധാന ഘടകങ്ങളാണ്. F ആയിട്ട് കൂടുതൽ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന 5 പണ്ഡിതർ വേണമെന്ന പുതിയ മാനുവലിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി നിർണയിച്ചു കൊടുക്കുന്ന 5 പണ്ഡിതർ ആയിക്കോട്ടെ, ഇരിക്കട്ടെ. എന്നിട്ട് നിലവിലുള്ള മാനുവലിലും ഈ പ്രയോഗമുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്ത് കമ്മിറ്റികൾ നിലവിലൊന്നല്ലോ. എത്ര പഞ്ചായത്ത് കമ്മിറ്റികളിലാണ് ആ പഞ്ചായത്തിൽ ഉള്ള 5 പണ്ഡിതരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഞ്ചായത്ത് SMFന്റെ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത്? ശ്രോതാക്കൾ ചിന്തിക്കട്ടെ. അങ്ങനെ ഇല്ല എങ്കിൽ അതാത് പഞ്ചായത്തുകൾ ആ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളുമായി ബന്ധപ്പെടട്ടെ, അവർ ചോദ്യം ചെയ്യട്ടെ, അന്വേഷിക്കട്ടെ. ഇങ്ങനെ 5 പണ്ഡിതന്മാരെ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന്. അതിലെ G രണ്ടാമത്തെ ഭാഗം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളായ SYS, SKSSF, RJM, SKMMA, SCA, SKJQ, അതായത് സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതേപോലെ സമസ്ത കേരള മാനേജ്മെന്റ് അസോസിയേഷൻ, അതേപോലെ ജംഇയ്യത്തുൽ ഖുതബ. ഈ പോഷക ഘടകങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തു തരുന്ന ഓരോ പ്രതിനിധികൾ, ഇവരാണ് SMFന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ. ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത്. ഈ 5 സംഘടനകളുടെയും പ്രതിനിധികളായിട്ടുള്ള ആളുകൾ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വരുമ്പോൾ ആ കൗൺസിലർമാരായിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കണം. ഇത് പഴയ മാനുവലിലുള്ളതാണ്. പഴയ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് ഇവര് മാറ്റി തിരുത്തുന്നതിന് മുമ്പുള്ളതിലെന്ന് അർത്ഥം. അല്ലാതെ 960 കാര്യമാണെന്നല്ല ഈ പറഞ്ഞത്. ഇവര് മാറ്റി തിരുത്തുന്നതിന് മുമ്പുള്ള കാര്യം.
ഇവര് മാറ്റി തിരുത്തിയ പുതിയ മാനുവലിൽ, ഇവർ എഴുതി ചേർത്ത പുതിയ മാനുവലിൽ ഈ സംഭവമേ ഇല്ല. അതിന് പകരമായിട്ട് അവരെന്താ എഴുതി ചേർത്തിട്ടുള്ളത് ഞാൻ വായിച്ചുതരാം. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനറും. എന്താണ് ആ സംഭവം? എന്താ ഈ കമ്മ്യൂണിറ്റി സെന്റർ? എന്ത് കമ്മ്യൂണിറ്റി സെന്റർ? സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമായ SMF-ന്റെ കൗൺസിലർമാരായിട്ട് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനറും. ഇത് എവിടെ എഴുതി ചേർത്തിട്ടുള്ളതെന്നറിയോ? SKSSF-ന്റെയും SYS-ന്റെയും SKJMM-ന്റെയും SKJQ-ന്റെയും ഒക്കെ, അതായത് സമസ്തയുടെ പോഷക ഘടകങ്ങളായ 5 സംഘടനകളുടെ പ്രാതിനിധ്യമുള്ള ഓരോ മെമ്പർമാർ ഓരോ സംഘടനയിൽ നിന്നും SMF-ന്റെ പഞ്ചായത്ത് കൗൺസിലർമാരാവണം എന്ന നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് അത് അടർത്തി മാറ്റിയിട്ട് അവിടെ ഇവരെ എഴുതി ചേർത്തതാണെന്ത്? കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ട്രഷററും ജനറൽ കൺവീനറും, ചെയർമാനും ജനറൽ കൺവീനറും. ഇത് കളിയല്ലേ? ഇത് ആരെയാണ് ഇവർ അവിടെ തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടുള്ളത്? ഇതുപോലെ നിരവധി അബദ്ധങ്ങൾ, നിരവധി കളങ്ക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് പുതിയ മാനുവൽ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതാണ് സർക്കുലറായിട്ട് എല്ലാ പഞ്ചായത്തിലേക്കും എല്ലാ ഘടകങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവരിപ്പോ ഉണ്ടാക്കിയ മാനുവൽ അനുസരിച്ചാണ് പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രധാന ഭാരവാഹികളായിട്ടുള്ള ആളുകളൊന്നും പുതിയ SMF-ന്റെ കൗൺസിലർമാരല്ല. ഇത് ആർക്ക് വേണ്ടി പണിയെടുത്തതാണ്? സമസ്തയെ സ്നേഹിക്കാനാണോ? സമസ്തയെ സേവിക്കാനാണോ? അതല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വിടുവേല ചെയ്യാനാണോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പൊതുസമൂഹത്തോട് പറയണം.